ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമത്താം ധർമ്മസമൂഢചേതക ശ്രേയസ്യാധിഷ്ഠിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 6-ാമത്തെ ശ്ലോകം തൊട്ട മോക്ഷസന്യാസ യോഗത്തില് 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തില് 6-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ മറ്റ് പണ്ഡിതന്മാരുടെയും തത്വദർശികളായിട്ടുള്ളവരുടെയും പലതരത്തിലുള്ള ത്യാഗത്തെയും സന്യാസത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളെ ഭഗവാൻ പറഞ്ഞു. അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഈ തർക്ക വിഷയത്തിൽ സന്യാസം എന്താണെന്നും ത്യാഗം എന്താണെന്നും ഉള്ള വിഷയത്തിൽ ഭഗവാൻ സ്വന്തം തീരുമാനത്തെ പറയുന്നു. അത് പറയുമ്പോൾ യജ്ഞദാന തപ കർമ്മങ്ങൾ ഒരിക്കലും ആരും ഉപേക്ഷിക്കരുത്. മനുഷ്യജന്മം കിട്ടിയവരെല്ലാവരും സനാതനമായ കുലധർമ്മ അനുഷ്ഠാനത്തിന് യജ്ഞദാന തപ കർമ്മങ്ങൾ നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ത്യാഗത്തിന് 3 വിധം സ്വഭാവമനുസരിച്ച് ആയിരിക്കും മനുഷ്യരുള്ളത്. അപ്പോൾ അവർ യജ്ഞദാന തപകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനു വേണ്ടിയിട്ട് സാത്വികമായിട്ടുള്ള യജ്ഞം ദാനം തപസ്സും ഒക്കെ ചെയ്യുമ്പോൾ അതിന് അവരവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും അവരുടെ ത്യാഗവും മനോഭാവവും. അപ്പോൾ ആ 3 വിധത്തിലുള്ള ത്യാഗമുണ്ടെന്ന് പറഞ്ഞു. ആ 3 വിധത്തിലുള്ള ത്യാഗത്തെ പറ്റിയാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. ഏതാന്യപിതു കർമാണി സംഘം തെക്വാ ഫലാനി ച കർത്തവ്യ നീതിമേം പാർത്ത നിശ്ചിതം മതമുത്തമം. അല്ലയോ അർജുന, ഈ കർമ്മങ്ങള് കൂടി, അതായത് മുമ്പ് പറഞ്ഞ അനുഷ്ഠിക്കപ്പെടേണ്ടതായ യജ്ഞദാന തപസ്സുകളും കൂടി ആസക്തിയെയും ഫലത്തെയും ഉപേക്ഷിച്ച് ചെയ്യപ്പെടണം എന്നതാണ് എൻ്റെ ഉത്തമവും നിശ്ചിതവുമായ അഭിപ്രായം. ആസക്തി ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നു എന്ന വിചാരം ഉളവാക്കുന്ന കർത്തൃത്വ അഭിമാനം ഉപേക്ഷിച്ച് എന്നർത്ഥം. ഫലം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഫലേച്ഛ ഉപേക്ഷിക്കുക എന്നതാണ് സാരം. അപ്പോൾ യജ്ഞം ദാനം തപസ് കർമ്മങ്ങൾ ഒരിക്കലും മനുഷ്യ ജന്മത്തിൽ ഉപേക്ഷിക്കരുത്. മോക്ഷേച്ഛകളായിട്ടുള്ള യഥാർത്ഥ ഭക്തര് ഒരു കാരണവശാലും യജ്ഞം ദാനം തപസ് എന്ന് പറയുന്ന ഈ 3 കർമ്മമാർഗങ്ങളെ ത്യജിക്കരുത്. അത് യഥാവിധി ചെയ്യണം. അത് അനുഷ്ഠിക്കപ്പെടുമ്പോൾ അവിടെ ഫലേച്ഛയുണ്ടാകാൻ പാടില്ല. യജ്ഞഭാവനയോടെ ഞാനെന്ന കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള യജ്ഞദാന തപ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ആസക്തിയെയും ഫലങ്ങളെയും ഉപേക്ഷിച്ച് ചെയ്യപ്പെടണം എന്നതാണ് എൻ്റെ ഉത്തമമായ നിശ്ചയം എന്ന്, അത് നിശ്ചിതമായ അഭിപ്രായം എന്നാ പറഞ്ഞു. അതും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഭഗവാൻ ഉറപ്പിച്ചങ്ങ് പറയുന്നില്ല. അഭിപ്രായം, ഭഗവാന്റെ അഭിപ്രായത്തിൽ ഭഗവാന്റെ തീരുമാനം എന്താണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതായത് യജ്ഞദാനം തപസ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും അവിടെ ഫലാസക്തിയും ഞാൻ എന്ന കേമത്ത കർത്തൃത്വ അഭിമാനവും വെടിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നർത്ഥം. കർത്തൃത്വാഭിമാനവും ഫലത്തിലുള്ള ആസക്തിയും വെടിഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് ഭഗവാന്റെ അഭിപ്രായം പറഞ്ഞു. അവിടെയും ഫലേച്ഛ വന്നാൽ, ഇല്ലേ ഞാനെന്ന കേമത്തം കാണിക്കാൻ വന്നാൽ അത് ഭഗവാൻ പറഞ്ഞതായിരിക്കില്ല. ഭഗവാന്റെ തീരുമാനമാണ് നമ്മൾ അനുസരിച്ചാൽ ഭഗവാന്റെ തീരുമാനം അനുസരിച്ചാൽ മാത്രമേ മോക്ഷപ്രാപ്തി സാധ്യമാകൂ എന്ന് ആദ്യം തീരുമാനിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ടോടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് ചെയ്താൽ അത് മോക്ഷ പ്രാപ്തിക്ക് അവരൊക്കെ എന്ത് പറഞ്ഞു തരാം. അവർ പറയുന്നത് കുറ്റമാണെന്നല്ല പറയുന്നത്, പക്ഷെ അവരുടെ അറിവ് സാത്വികമോ രാജസോ താമസമോ ആയിരിക്കും. അവരഭിപ്രായം പറയുമ്പോഴും അവരുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും പറയുക. അവരുടെ ജന്മവാസനകളും കർമ്മവാസനകളും അനുസരിച്ചുകൊണ്ട് എപ്രകാരമാണ് അവർ ഇതുവരെ ഭക്തിയിൽ ശ്രേഷ്ഠത നേടിയത് അതനുസരിച്ചുള്ള സ്വഭാവമായിരിക്കും അവർ പറയുക, അതനുസരിച്ചുള്ള അഭിപ്രായമായിരിക്കും അവർ പറയുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഏത് സംശയം ചോദിച്ചാലും എൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മങ്ങളിലൂടെ എനിക്ക് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അഭിപ്രായം പറയാം. അവിടെയാണ് അത് ചിലപ്പോൾ എല്ലാവർക്കും അതേപടി സൂട്ടാകാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അത് ചെയ്യും. അത് ഗീത വായിച്ച് പഠിക്കുന്നതായിക്കോട്ടെ, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതായിക്കോട്ടെ, ഏതൊരു യജ്ഞദാന തപ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും
ഡിപ്പെൻഡ് അപ്പോൺ അവർ ഓൺ ക്യാരക്ടർ. അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് മാത്രമേ ഈ യജ്ഞദാന തപകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞേ, കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫലത്തിൽ ആസക്തി ഉണ്ടാകരുത്, ഞാൻ എന്ന കേമത്വം കാണിക്കുകയും വേണ്ട. ആസക്തി ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നു എന്ന വിചാരം ഉളവാക്കുന്ന കർത്തൃത്വ അഭിമാനം ഉപേക്ഷിച്ച് എന്നർത്ഥം. ഫലം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഫലേച്ഛ ഉപേക്ഷിക്കുക എന്നതാണ് സാരം. ഫലം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കണക്കാക്കുന്ന, അയ്യോ കിട്ടുന്നതൊക്കെ എങ്ങനെ ഉപേക്ഷിക്കുക? ഫലത്തെ പറ്റിയുള്ള ഇച്ഛയാണ് ഉപേക്ഷിക്കാൻ പറയുന്നത്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്ത് ഈശ്വരനിൽ നിന്ന് മോക്ഷം കിട്ടുന്ന വരെ ചെയ്യാൻ പാടില്ല. ഈശ്വരപ്രാപ്തി വരെ സാധ്യമാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്താൽ അത് ഫലേച്ഛയായി, അത് തന്നെ സംഭവിച്ചോളും. പരിണാമങ്ങൾക്ക് വിധേയമായി ആണ് നമ്മൾ ഇതുവരെ ജനിച്ച് ഇതുവരെ എത്തിയത്. അത് ഇനിയും സംഭവിക്കാനുള്ളത് എന്തൊക്കെയാണോ ആ സമയത്ത് സംഭവിച്ചോളും. അതാണ് പ്രകൃതിയുടെ സ്വഭാവം. നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും, ഫലം ഓട്ടോമാറ്റിക്കായിട്ട് റബ്ബർ ബാൻഡ് പോലെ കിട്ടും. അപ്പോൾ അതിന്റെ ഇച്ഛയങ്ങോട്ട് ഉപേക്ഷിക്കാനാ പറയണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, തെറ്റായിട്ട് ധരിക്കുക എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിയതസ്യതു സന്യാസ കർമ്മണോനോ ഉപപത്യതേ മോഹാദസ്യ പരിത്യാഗ താമസ പരികീർത്തിത. ഇവിടെ തമോ ഗുണാത്മകമായ ഈ കാര്യത്തിൽ തന്നെ യജ്ഞദാന തപകർമ്മങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ആരാണോ തമോ ഗുണത്തിന് അധിപരായിട്ടിരിക്കുന്നത് അവർ ഈ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ത്യജിക്കുകയാണെങ്കിൽ അത് പ്രകാരമായിരിക്കും. നിയതകർമ്മങ്ങൾ അഥവാ കർത്തവ്യ കർമ്മങ്ങൾ ത്യജിക്കുന്നത് ശരിയല്ല. മൂഢത കൊണ്ട് കർത്തവ്യകർമ്മം ത്യജിക്കുകയാണെങ്കിൽ അത് താമസമായ ത്യാഗം എന്ന് പറയപ്പെടേണ്ടി വരും. നിയതകർമ്മത്തെ സ്വതന്ത്ര പ്രജ്ഞയാൽ നിയന്ത്രിതമായ കർമ്മമാണ് നിയതകർമ്മം എന്ന് അരവിന്ദ മഹർഷി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഭഗവാൻ 3-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു. അതിനിവിടെ ഒന്നോടെ ദൃഢത വരുത്തിയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കാരണത്താൽ നിത്യനൈമിത്യ കർമ്മങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഉപേക്ഷിച്ചാൽ അഥവാ ത്യജിച്ചാൽ അത് താമസത്യാഗമാണ്. കാരണം ഈ നിത്യനൈമിത്യ കർമ്മങ്ങൾ ത്യജിച്ചാൽ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. നിത്യനൈമിത്യ കർമ്മങ്ങൾ നിയതമാണ്, അത് വിധിക്കപ്പെട്ടതാണ്. ഇത് ഉപേക്ഷിച്ചാൽ ഒരു ബ്രാഹ്മണൻ പോലും മോക്ഷമാർഗത്തിലേക്ക് എത്തില്ല. അത് ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? അവന്റെ അറിവില്ലായ്മ കൊണ്ട്, മൂഢത കൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, മൂഢത കൊണ്ട് കർത്തവ്യകർമ്മം ത്യജിക്കുകയാണെങ്കിൽ, അതായത് ഒരു ബ്രാഹ്മണൻ തന്നെ അവനും ചെയ്യേണ്ടതായ നിത്യനൈമിത്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാതെ അത് അറിവില്ലായ്മ കൊണ്ട് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ഫലേച്ഛയാണ്, അത് ഉപേക്ഷിച്ചാൽ, നിത്യനൈമിത്യ കർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള കർമ്മങ്ങൾ എന്ത് ചെയ്താലും അത് ഭൗതിക നേട്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കി തന്നാലും ഈശ്വര സാക്ഷാത്കാരത്തിന് സാധിക്കില്ല എന്നർത്ഥം. അപ്പൊ ബാക്കിയുള്ള കർമ്മങ്ങൾ എന്ത് തന്നെ അടുക്കളയിൽ പോയോ ബാക്കി ഏതേത് കർമ്മങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ നിത്യനൈമിത്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ അത് തമോ ഗുണത്യാഗമാണ്. തമസ്സുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് അത് ത്യജിക്കപ്പെടുന്നത്. അപ്പൊ ത്യാഗത്തെ പറ്റി ഭഗവാൻ പറയുമ്പോൾ ആദ്യം തന്നെ അറിവില്ലാത്തവരുടെ ത്യാഗം അനുസൃതിയാണ്. ഈ യജ്ഞദാന തപകർമ്മങ്ങൾ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ പെടുന്നതാണ്. കാരണം ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സും, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സും, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്സിനെ പറ്റിയും ശ്രദ്ധാത്രയത്തിൽ ഭഗവാൻ പറഞ്ഞു. അത് നിത്യയുക്തമായിട്ട് ചെയ്യണം, അതിൽ യജ്ഞഭാവന ഉണ്ടാകണം, ഫലേച്ഛ ഉണ്ടാകരുത്. അപ്പൊ നിത്യനൈമിത്യ കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ ശരീരത്തെ പോലെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായി വരും. നിയതം ഗുരു കർമ്മത്തം കർമ്മജ യോഗ്യ കർമ്മണ ശരീരയാത്രാഭിജിതേന പ്രസിദ്ധ്യേത കർമ്മണ എന്നൊക്കെ കർമ്മയോഗത്തിൽ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് നൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് യജ്ഞദാന തപകർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം എന്താ? ഇതെല്ലാവർക്കും വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളാ. ഈശ്വരൻ എന്തെങ്കിലും വിധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിത്യനൈമിത്യ കർമ്മങ്ങളാണ്. അത് ഉപേക്ഷിച്ചാൽ ശരീരത്തെ പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്നതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
ഇനി ഏതെങ്കിലും കാരണവശാൽ അറിവില്ലായ്മ കൊണ്ട് ആ കർത്തവ്യ കർമ്മത്തെ ത്യജിക്കുകയാണെങ്കിൽ അത് താമസ പ്രഭാവത്തിന്റെ തമോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടുണ്ടായ ത്യാഗമനസ്ഥിതിയാണ്. നിത്യനൈമിത്യ കർമ്മത്തെ സ്വതന്ത്ര പ്രജ്ഞയാൽ നിയന്ത്രിതമായ കർമ്മത്തെയാണ് ഇവിടെ നിയതകർമ്മം എന്ന് പറയുന്നത്. ഇത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് നമുക്ക് സ്വയം തീരുമാനിക്കാം. അതാണ് സ്വതന്ത്ര പ്രജ്ഞ. സ്വതന്ത്രമായ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കാം. ചെയ്യാതിരുന്നാൽ ഇന്നതാണ് ഫലം എന്നും ചെയ്താൽ ഇന്നതാണ് ഗുണമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്യാതിരിക്കൽ എന്തുകൊണ്ടാ? സ്വന്തം അറിവില്ലായ്മ കൊണ്ട്. അതൊരിക്കലും അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നതും അറിവില്ലായ്മ. അപ്പൊ ഇതിന് പലരും കാരണം പറയുന്നത്, ഇതിനൊക്കെ എവിടെയാ സമയം? 24 മണിക്കൂർ എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അത് എത്ര പാണ്ഡിത്യമുള്ളവരും സത്വഗുണമുള്ളവർക്കും തമോ ഗുണമുള്ളവർക്കും രജോ ഗുണമുള്ളവർക്കും ഈ 24 മണിക്കൂർ കൽപ്പാന്ത കാലത്തിന്റെ തുടക്കത്തിൽ തൊട്ട് അന്ത്യം വരെ ഒരു ദിവസത്തെ സമയമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടുക. ഇത് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മുടെ ഒരു ടെക്നോളജി കൊണ്ടോ അവരവരുടെ സ്വതന്ത്ര പ്രജ്ഞ കൊണ്ട് ഉപയോഗിച്ചാലും സ്വന്തം ബുദ്ധി കൊണ്ട് ശ്രമിച്ചാലും ഒരിക്കലും അത് മാറ്റാൻ സാധ്യമല്ല. കൂട്ടണം എന്ന് വെച്ചാൽ കൂട്ടാനും സാധ്യമല്ല, കുറയ്ക്കണം എന്ന് വെച്ചാൽ കുറയ്ക്കാനും സാധ്യമല്ല. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈശ്വരൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന സമയത്തിന്റെ കാലക്രമത്തിന്റെ ഒരു ഗതിയാണ്. അപ്പം ഇതെല്ലാവർക്കും ഉണ്ട്. ഇതില്ലാന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണ്. ഇതെനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ നിന്ന് തന്നെയാണ്. കാലസ്വരൂപനാണ് ഈശ്വരൻ. അപ്പൊ അത് സമയമില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നതെന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് ചെയ്യാതിരുന്നാൽ യജ്ഞദാനതപ കർമ്മങ്ങൾ ഒരിക്കലും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇനി അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാലോ? ദുഃഖമിത്യേവ യത് കർമ്മ കായ ക്ലേശ ഭയാത്തെ ചേജസ കൃത്വ രാജസം ത്യാഗം നൈവത്യാഗം ഫലം ലഭേത്. ദുഃഖകരമെന്ന് കരുതി അഥവാ ശരീരക്ലേശത്തെ ഭയപ്പെട്ട് യാതൊരുവനാണോ കർമ്മത്തെ ത്യജിക്കുന്നത്, അതായത് നിത്യകർമ്മത്തെ ശ്രമിക്കുന്നത്, അവന്റെ ത്യാഗം രാജസമാകിയാൽ രാജസത്യാഗം എന്ന് പറയപ്പെടുന്നു. അപ്പൊ രാജസത്യാഗം കൊണ്ടുള്ള ഫലം അവന് ലഭിക്കില്ലെന്ന് സാരം. ക്ലേശകരമെന്ന് കരുതി നിയതകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം ത്യാഗം കൊണ്ട് ത്യാഗഫലം ലഭിക്കുന്നതല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ ചെയ്യണം എന്നർത്ഥം. അത് ശരീരക്ലേശത്തെ വരെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യാതിരുന്നാൽ അതിന്റെ ത്യാഗഫലവും കിട്ടില്ല. അപ്പൊ ശരീരത്തിനുണ്ടാകുന്ന ക്ലേശവും അധികതരത്തേഷാം അവ്യക്താസചേതസാം വ്യക്താക്കി ഇത് ദുഃഖം ദേഹ അഭിരവ്യാപ്യതേ. ഭക്തിമാർഗത്തിൽ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ചൊക്കെ ക്ലേശമൊക്കെ സഹിക്കണം. അത് തുടക്കത്തിൽ പ്രത്യേകിച്ചും കുറെ അധികം ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭക്തിയോഗം തന്നെ ഉപേക്ഷിക്കുന്നവരുണ്ട്, ഭക്തിമാർഗം തന്നെ ഉപേക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഉപേക്ഷിച്ചാൽ അത് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലവും ലഭിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, ദുഃഖകരമെന്ന് കരുതി ശരീരക്ലേശത്തെ ഭയപ്പെട്ട് യാതൊരുവനാണോ കർമ്മത്തെ ത്യജിക്കുന്നത് അഥവാ നിത്യനൈമിത്യ കർമ്മങ്ങളെ ത്യജിക്കുന്നത് അവന്റെ ത്യാഗം രാജസമാണ്. ആ ത്യാഗം കൊണ്ടുള്ള ഫലവും അവന് ലഭിക്കുന്നതല്ല. അതായത് ക്ലേശകരമെന്ന് കരുതി നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം ത്യാഗം കൊണ്ട് ത്യാഗഫലം ലഭിക്കുന്നതല്ല. അവനാണ് ശരീരത്തെ പോലും സംരക്ഷിക്കാൻ പറ്റാതെ വരിക. അപ്പൊ നിത്യനൈമിത്യ കർമ്മങ്ങൾ കുറച്ച് ശരീരത്തിനൊക്കെ ക്ലേശമൊക്കെ ഉണ്ടാവും. സൂര്യനമസ്കാരം ചെയ്യണമെങ്കിൽ അതൊക്കെ പഠിച്ച് ചെയ്യണം. ശരീരം കൊണ്ട് അതിന് കുറച്ച് ബെനക്കേടൊക്കെ ഉണ്ട്. അപ്പൊ അത് സാധ്യമല്ല, നേരത്തെ എഴുന്നേക്കാൻ സാധ്യമല്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവര് അതിന്റെ ഫലവും ലഭിക്കില്ല. ഇപ്പൊ സനാതനമായ കുലധർമ്മങ്ങൾ മനുഷ്യൻ പാലിക്കണം. അത് പാലിക്കപ്പെടാതിരുന്നാൽ അവന് നിത്യനരകമായിരിക്കും ഫലം എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് ആ നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ ശരീരക്ലേശങ്ങൾ വരെ അഥവാ ശരീരത്തെ വരെ യഥാവിധി സംരക്ഷിക്കാൻ സാധ്യമല്ലാതെ വരും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം.
അപ്പൊ രജോ ഗുണാത്മകമായ ത്യാഗമാണ് കൂടുതലും മനുഷ്യർ ഇന്ന് ചെയ്യുന്നത്. കാരണം എന്താ? ഒക്കെ സ്വിച്ചിട്ട കാര്യം നടക്കണം. ശകലം പോലും ക്ലേശം കൊണ്ട് ശരീരത്തിന് പോലും ക്ലേശമുണ്ടായ ശരീരം ശകലം പോലും വേർക്കാൻ, അയ്യോ ചൂടെന്ന് പറയും, വേർക്കാൻ പോലും തയ്യാറല്ലാത്ത, വേർപ്പിക്കാൻ തയ്യാറല്ലാത്തവരാണ്. അപ്പൊ ശരീരത്തിൽ കുറച്ച് വേർപ്പൊക്കെ ഉണ്ടാകണം. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന സംഗതി നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശരീരത്തിൽ ഉള്ള ജലാംശത്തെയൊക്കെ ആവശ്യമില്ലാത്തതും ജലം ഇഷ്ടം പോലെ കുടിക്കണമെന്നും അത് കുടിക്കണമെങ്കിലും ഒരു വിധിയൊക്കെ ഉണ്ട്. അത് ശരീരത്തെ യഥാവിധി സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വേർപ്പായിട്ടും മൂത്രമായിട്ടും പുറത്തു പോകണം. അപ്പൊ ശരീരം അധ്വാനം കൊണ്ട് തന്നെ കുറച്ച് വേർക്കണം. അത് നിത്യ നൈമിത്യ കർമ്മങ്ങളിൽ പെടുന്നതാണ്. അത് വേർക്കാൻ തയ്യാറല്ല, ശകലം പോലും വേർക്കാൻ ക്ലേശമുണ്ടാക്കും. അയ്യോ പാവ എന്ന് കരയുന്നവർക്ക് ഇതിന്റെ ഫലവും ലഭിക്കില്ല എന്നർത്ഥം. അപ്പൊ ശരീരത്തിന്റെ ഡീഹൈഡ്രേഷൻ, ഓരോ രോമകൂപങ്ങളിലൂടെ പുറത്തു വരുന്ന വേർപ്പ് കണങ്ങളെ കൊണ്ട് ശരീരത്തിന്റെ എല്ലാ നാഡീവ്യൂഹങ്ങളും യഥാവിധി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സദാസമയം AC റൂമിൽ ഇരുന്ന് കഴിച്ചു കൂട്ടുന്നവർക്ക് ശരീരം ഒരിക്കലും വേർക്കില്ല. വേർക്കില്ല. അത് ശരീരക്ലേശത്തെ ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ യഥാർത്ഥ ഫലം ലഭിക്കില്ല എന്നർത്ഥം. അപ്പൊ ശരീരം യഥാവിധി സംരക്ഷിക്കപ്പെടാൻ ബുദ്ധിമുട്ടായിട്ട് അത്തരക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഇന്ന് രജോ ഗുണാത്മകമായിട്ടുള്ള ഈ ത്യാഗമനസ്ഥിതിയോടുകൂടി പെരുമാറുന്നത് കൊണ്ടാണ് മനുഷ്യരധികവും ആശുപത്രി കയറി ഇറങ്ങുന്നത്. അതായത് ശരീരത്തെ പ്രകൃത്യാ നടക്കേണ്ടതായ പ്രക്രിയകൾ യഥാവിധി സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ആ ശരീരത്തെ ക്ലേശം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ക്ലേശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമമായ ആ സംവിധാനത്തിലൂടെ നീങ്ങുന്നവർക്ക് ശരീരക്ലേശങ്ങൾ രോഗങ്ങളായിട്ട് പുറത്തു വരും. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ചും മുഴത്തിന് ആശുപത്രിയും മെഡിക്കൽ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇത്രയധികം സുലഭമായിട്ട് അതൊക്കെ വളർത്തിയെടുക്കുന്നത് ഇവിടെ താമസിക്കുന്ന അസുരി ഭാവത്തോട്ടുള്ള മനുഷ്യരാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം നിത്യനൈമിത്യ കർമ്മങ്ങൾ പോലും യഥാവിധി അനുഷ്ഠിക്കപ്പെടുന്നില്ല. അതിന്റെ പരിണിതഫലമാണ് ആശുപത്രിയിൽ കയറി നിത്യനരകമായ ജീവിതം നയിക്കേണ്ടി വരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിത്യനൈമിത്യ കർമ്മങ്ങൾ ശരീരത്തിന് ക്ലേശമുണ്ടായാലും അത് ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ക്ലേശകരമെന്ന് കരുതി അത് ചെയ്യാതിരുന്നാൽ അത് രജോ ഗുണമായ ത്യാഗമാണ്. അത്തരം ത്യാഗം കൊണ്ട് ത്യാഗഫലം ലഭിക്കുന്നതുമല്ല. അപ്പൊ ശരീരത്തിന് ക്ലേശങ്ങൾ ഉണ്ടാകും, രോഗഗ്രസ്തരാകും, നിത്യവും മരുന്നും മന്ത്രവുമായിട്ട് ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരും. അതാണ് അർജുന വിഷാദ യോഗത്തിൽ തന്നെ അർജുനൻ പറഞ്ഞ ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന. ആ മനുഷ്യ കുലധർമ്മത്തെ, സനാതനമായ കുലധർമ്മത്തെ യഥാവിധി പാലിക്കപ്പെടാതിരിക്കുന്ന മനുഷ്യർക്ക് നിത്യ നരകമായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഈ നിത്യ നരകം കാണണമെങ്കിൽ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒന്ന് പോയാൽ മതി. എല്ലാവർക്കും നിത്യ നരകം എന്താന്ന് മനസ്സിലാകും. എല്ലാ വാർഡിലും ഒന്ന് കയറി ഇറങ്ങാം. അവിടെ അനുഭവിക്കുന്ന പേഷ്യൻസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. അവരൊക്കെ ഏതൊക്കെ തരത്തിലാ ക്ലേശം അനുഭവിക്കുന്നതെന്ന് മനസ്സിലായാൽ അവർക്കൊക്കെ നിത്യ നരകമാണെന്ന് മനസ്സിലാകും. അതിനെന്താ കാരണം? നിത്യനൈമിത്യ കർമ്മങ്ങൾ യഥാവിധി ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അത് ശരീരത്തിന് ക്ലേശമുണ്ടാക്കും. സ്വിച്ചിട്ട കാര്യം നിങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സമയമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കുള്ള ക്ലേശങ്ങളാണ് ഇത്തരത്തിലൊക്കെ വന്നു ഭവിക്കുക. അവർക്ക് ശരീരം പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. പിന്നെന്താ? കാര്യമിത്യേവയത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം തെക്വാ ഫലം ചൈവ സാ ത്യാഗ സാത്വികോ മത. സാത്വിക ത്യാഗം എന്താണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആദ്യം തമസ്സിനെ തമോ ഗുണത്യാഗം എന്താണെന്ന് പറഞ്ഞു. അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. രജോ ഗുണം ഉള്ളവർ കുറച്ചൊക്കെ അറിവും ഭൗതികമായിട്ടോ ആത്മീയമായ ജ്ഞാനം ഉള്ളവർ പോലും അത് ശരീരക്ലേശം ഉണ്ടാക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അതഗ്നെയൊക്കെ ഉപേക്ഷിച്ചാൽ അത് രാജസ ത്യാഗമാണ്. ഇനി തമോ ഗുണാത്മകമായ ത്യാഗം എന്ന് പറയുന്നത് ഇത് ഞാൻ ചെയ്യേണ്ടതായ കർമ്മം എന്നറിഞ്ഞുകൊണ്ട് ആസക്തി ഇല്ലാതെയും ഫലേച്ഛയില്ലാതെയും യാതൊരു കർത്തവ്യ കർമ്മമാണോ ചെയ്യപ്പെടുന്നത് ആ കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സാത്വിക ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യജ്ഞദാന തപ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ശരീരത്തെയും മനസ്സിനെയും വാക്കിനെയും ഒക്കെ പരിശുദ്ധമാക്കി ചിത്തശുദ്ധി നേടണം എന്നുണ്ടെങ്കിൽ ഈ സാത്വിക ത്യാഗം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ത്യജിക്കപ്പെടണമോ അത് കൃത്യമായിട്ട് ത്യജിക്കുന്നവരും, ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്താലോ
ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിത്യമായിട്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, അതിലൊന്നും ആസക്തിയും ഫലേച്ഛയും ഇല്ലാതെ കൃത്യമായിട്ട് അതിന് തടസ്സമുണ്ടാക്കുന്നതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആരനുഷ്ഠിക്കുന്നുവോ അതിനു വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ത്യജിക്കുന്നതിനെ മനോഭാവത്തെയാണ് ഇവിടെ സാത്വിക ത്യാഗം എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെ സത്വഗുണ പ്രഭാവം കൂടുതലുള്ള സമയത്ത് പ്രകൃതിയിൽ തന്നെ കാലക്രമം അനുസരിച്ചുകൊണ്ട് സാത്വിക ത്യാഗം ചെയ്യണമെങ്കിൽ സാത്വിക സമയത്ത് എഴുന്നേൽക്കണം. സാത്വിക ആഹാരം കഴിക്കണമെങ്കിൽ ഈ എരിവും പുളിയും ഇല്ലേ മസാലകളായിട്ടുള്ള മറ്റ് മാംസാഹാരങ്ങളും ഇതൊക്കെ ത്യജിക്കണം. ഇങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ടതായ നിത്യനൈമിത്യ കർമ്മങ്ങൾ തപസ്സായിട്ട് അനുഷ്ഠിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ തടസ്സം നിൽക്കുന്നോ അതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആ മനസ്ഥിതിയാണ് സാത്വിക ത്യാഗം. അവിടെ ഫലേച്ഛയോ ഇല്ലെങ്കിൽ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിനോടുള്ള ഇച്ഛാശക്തിയും ക്രിയാശക്തിയിലേക്ക് പ്രയത്നിപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്യുന്ന, അതായത് നിത്യനൈമിത്യ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഫലേച്ഛയോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള കേമത്വവും കാണിക്കാതെ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി എന്നീ മനോഭാവത്തോടെ 5 ഗുണങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് ആ സാത്വികമായിട്ടുള്ള നിത്യനൈമിത്യ കർമ്മങ്ങൾ ആര് കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നുവോ അത് സാത്വിക ത്യാഗം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ത്യജിക്കാൻ സാധിക്കുമോ അതൊക്കെ ത്യജിക്കാനുള്ള മനോഭാവം പ്രകടമാക്കുന്നതിനെയാണ് ഇവിടെ സാത്വിക ത്യാഗം എന്ന് പറയുന്നത്. നമ്മളൊന്നും ഉപേക്ഷിക്കാതെ ഒന്നും നേടാൻ സാധിക്കില്ല, ഒന്ന് ത്യജിക്കാതെ ഒന്ന് യോഗമാക്കാൻ സാധ്യമല്ല. പ്രവൃത്തിയിലൂടെ അല്ലാതെ നിവർത്തിയില്ല. അപ്പൊ നിവർത്തി മാർഗമാണ് ത്യാഗം എന്ന് പറയുന്നത്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒന്നിനോടൊന്നൊന്ന് വീണ്ടും 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 പുതിയത് ആരംഭിക്കേണ്ടി ഇല്ലെങ്കിൽ വാസനാബലത്തെ ഉണ്ടാക്കുന്നത് ആ പ്രവൃത്തി മാർഗം. നിവർത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാം, അതിനോട് അറ്റാച്ച്മെന്റോ ഇല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു മമതാബന്ധമോ ഒന്നും വച്ചു പുലർത്താതെ ഫലേച്ഛയും ഇല്ലാതെ കൃത്യമായിട്ട് നിത്യനൈമിത്യ കർമ്മങ്ങൾ ആര് അനുഷ്ഠിക്കുന്നുവോ ത്യാഗമനസ്ഥയോടെ അനുഷ്ഠിക്കപ്പെടുന്ന ആ ത്യാഗത്തിന് സാത്വിക ത്യാഗം എന്ന് പറയുന്നു. അപ്പൊ ഈ സാത്വിക ത്യാഗമാണ് ശരിക്കും ഈശ്വരപ്രാപ്തിക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. മറ്റ് 2 മാർഗങ്ങളും ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനം. അതുകൊണ്ട് സ്വതന്ത്ര പ്രജ്ഞ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇതിന്റെ വ്യത്യാസത്തെ ഭഗവാൻ പറഞ്ഞു. എന്താണ് സാത്വിക ത്യാഗം, എന്താണ് താമസത്യാഗം, എന്താണ് രാജസത്യാഗം, ഈ 3 ത്യാഗത്തെ പറ്റി പറഞ്ഞു. നമ്മൾ ഇത് ഏത് ത്യാഗമാണ് ചെയ്യണത് അതൊന്ന് തിരിച്ചറിയണം. നമ്മളിപ്പോ ഭക്തി മാർഗത്തിൽ ഈ പറയത്തിലൊക്കെ ഗീത പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഗീത പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയത്തെ ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ത്യാഗം ഏത് ത്യാഗമാണെന്ന് സ്വയം കണ്ടെത്തണം. ഞാൻ ഗീത പഠിക്കുന്നത് സാത്വികമായിട്ടാണോ, അതിന് ആ സാത്വികമായ അറിവുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്, അഥവാ ഇത് ശരീരത്തെ ക്ലേശം ഉണ്ടാക്കും, എനിക്ക് ഇതിനൊന്നും സമയമില്ല എന്ന വിചാരം നമുക്കുണ്ടോ? ഇത് നടക്കുന്നതുകൊണ്ട് കാട്ടിക്കൂട്ടൽ എന്നുള്ള വിധത്തിൽ അത് കേൾക്കാനിട വരാം. ഏതായാലും ചേർന്നില്ലേ, വല്ലപ്പോഴും ഒരിക്കലെങ്കിലും കേൾക്കാം, ഇല്ലേ സമയമുള്ളപ്പോൾ മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ഫലേച്ഛയോട് കാണും ഇത് കേൾക്കുന്നത്. ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ നമ്മൾ അനുഷ്ഠിക്കപ്പെടുന്ന ഈ നിത്യനൈമിത്യ കർമ്മങ്ങളായിട്ട് ചെയ്യുന്ന പാരായണങ്ങളും ജപതപാദികളും ഈശ്വര പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥാടനങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാത്വികമായിട്ടാണോ അതോ താമസമായിട്ടാണോ അതോ രാജസമായിട്ടാണോ നാം ചെയ്യുന്നത് എന്ന് സ്വയം വിലയിരുത്തി കണ്ടുപിടിക്കണം. ഇതിൽ സാത്വിക ത്യാഗത്തിനാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് പറ്റൂ. ബാക്കി അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകില്ല. അതിൽ നിന്ന് അതിൻ്റെതായ യഥാർത്ഥ ഫലം ലഭിക്കുകയുമില്ല. അതുകൊണ്ട് സാത്വിക ത്യാഗം മനോഭാവം ഉണ്ടാകണം. അത് നിത്യനൈമിത്യ കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ഒരിക്കലും ഉപേക്ഷിക്കാതെ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ 5 ഗുണങ്ങളിൽ പെടുന്ന ത്യാഗമനസ്ഥിതിയാണ് സാത്വിക ത്യാഗം. അപ്പൊ സനാതനമായിരിക്കുന്ന ഓരോ മനുഷ്യനും അനുഷ്ഠിക്കേണ്ടതായ, ഇവിടെ ജാതി മതങ്ങളൊന്നും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല ഗീത പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു, ഇല്ലെങ്കിൽ അർജുനൻ തന്നെ പറഞ്ഞത് എന്താ? ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന. അവിടെ സനാതനമായിരിക്കുന്ന മനുഷ്യ കുലധർമ്മത്തിനാണ് അടിസ്ഥാനം.
അപ്പം മനുഷ്യജാതിയിൽപ്പെട്ട എല്ലാവരും അനുഷ്ഠിക്കേണ്ടതായ നിത്യ നൈമിത്തികമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന മനുഷ്യ കുലധർമ്മത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതെ നിയതമായിട്ട്, അതായത് ഈശ്വരനാൽ വിധിക്കപ്പെട്ടിട്ടുള്ള ആ കർമ്മത്തെ ത്യാഗമനോഭാവത്തോടെ അനുഷ്ഠിക്കണം. അതിൽ ഫലേച്ഛയോ കർത്തൃത്വ അഭിമാനമോ ജ്ഞാനന്ദബോധമോ ഇല്ലാതെ അർപ്പണബോധത്തോടെ കൃത്യമായിട്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഈ മനോഭാവത്തോടെ കൃത്യമായിട്ട് അനുഷ്ഠിക്കണം എന്നർത്ഥം. അത് അനുഷ്ഠിക്കപ്പെടുന്നവനാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള അർഹത നടുകയുള്ളൂ. അപ്പൊ സാത്വിക ത്യാഗത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഈ 3 വിഭാഗത്തെ പറഞ്ഞത് നമ്മുടെ സ്വഭാവത്തെ ഒന്ന് കണ്ടുപിടിക്കണം. ഞാനിപ്പോ ത്യാഗമനസ്സോടെയാണ് പെരുമാറുന്നതെങ്കിൽ, ഞാനിപ്പോ ഈ കർമ്മങ്ങൾ വരെ ഇപ്പൊ ക്ലാസുകൾ നടത്തുന്നത് കൃത്യനിഷ്ഠ, ഭക്തി, എൻ്റെ നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അത് സാത്വിക മനോഭാവത്തോടു കൂടി 18 വർഷമായിട്ട് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കൃത്യമായിട്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഈ മനോഭാവത്തോടെ നിത്യനൈമിത്രിക ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ടതായ നിത്യനൈമിത്യ കർമ്മങ്ങൾ 18 വർഷമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരിക്കലും ഒരു ദിവസം പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഫലവും എനിക്ക് കിട്ടി. രോഗമുക്തി നേടി. ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ 21 മണിക്കൂറും പ്രവർത്തിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ അനുഭവജ്ഞാനത്തെ നിങ്ങൾക്ക് പകർന്നു നൽകാൻ സാധിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ പ്രമാണം വേണ്ടത്? അപ്പൊ സാത്വിക ത്യാഗമാണ് ഞാനിപ്പോ ചെയ്യുന്നത് എന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല. അപ്പം ഇത് അനുഭവത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് രാജസ്യമോ താമസമോ ത്യാഗം അനുഭവിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നിങ്ങൾ സാത്വിക സ്വഭാവം ഉള്ളവരാണെങ്കിൽ ഈ ശ്രേഷ്ഠതയിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു എന്ന് പറയാം. ഇനി രജോഗുണാത്മകമായിട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ത്യാഗമനോഭാവം എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രത്യക്ഷമോ പരോക്ഷവുമായിട്ടുള്ള ഫലത്തെ ലഭിക്കുന്നതല്ലാതെ ശാശ്വതമായ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതല്ല. ഇനി തമോ ഗുണാത്മകമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് യഥാർത്ഥ ഫലം ഒരിക്കലും ലഭിക്കില്ല, ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ന്യദ്വേഷ്ട കുശലം കർമ്മ കുശലേന അനുഷ്ഠിതേ ത്യാഗി സത്ത സമാവിഷ്ടോ മേധാവി ചിഹ്ന സംശയ. സത്യഗുണപൂർണനും ബുദ്ധിമാനും സംശയമറ്റവനുമായ ത്യാഗി ആ കുശല കർമ്മങ്ങളെ അഥവാ ദുഃഖകരമോ ദോഷകരമോ ആയ കർമ്മങ്ങളെ ഒരിക്കലും ദേഷിക്കുകയില്ല. കുശലകർമ്മങ്ങൾ അഥവാ സുഖകരങ്ങളോ ആഹ്ലാദകരങ്ങളോ ആയ കർമ്മങ്ങൾ ആസക്തനാകുന്നുമില്ല. ഏതുതര കർമ്മത്തിലും നിസ്സംഗനായിട്ട് വർത്തിക്കുന്നു എന്ന് താല്പര്യം. ഇനി ഈ ത്യാഗമനസ്ഥിതി സാത്വികമായ ത്യാഗമാണ് നിത്യനൈമിത്യ കർമ്മങ്ങളിൽ. അതാണ്, അതായത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ പോലും യഥാവിധി ശ്രേഷ്ഠത കൈവരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിധിക്കപ്പെട്ടതായ ദീനകർമ്മങ്ങൾ, നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് ഫലേച്ഛ കൂടാതെ ആസക്തിയെയും വെടിഞ്ഞ് കർത്തവ്യമായിട്ട് ആര് ചെയ്യുന്നുവോ, അത് കർമ്മ കുശലതയോടുകൂടി ചെയ്യുന്നുവോ, അവർ സംശയമറ്റവരും ആ കുശല കർമ്മങ്ങളെ എന്ത് തരത്തിലുള്ള ദുഃഖമോ ദോഷമോ ഒക്കെ ഉണ്ടാകാലും അതിനെ കുറ്റം പറയാതെ, ഇല്ലെങ്കിൽ പരാതിയും കുറ്റവും ഇല്ലാതെ അതൊക്കെ ആഹ്ലാദകരമായിട്ട് ആനന്ദത്തോടുകൂടി നിത്യയുക്തമായിട്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം എന്ന ഭാവത്തിൽ ചെയ്യുന്നത് പോലും നിസ്സംഗഭാവത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അതാണ് ഭഗവാന്റെ താല്പര്യം. അപ്പൊ അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സാത്വിക ഗുണത്തെ നമ്മുടെ സ്വഭാവത്തിൽ ക്രിയേറ്റ് ചെയ്യണം. അത് പിന്നെ നമ്മുടെ എല്ലാ ചലനങ്ങളിലും കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ആ ത്യാഗം മനസ്ഥിതി സാത്വികമായ ത്യാഗത്തെ അനുസരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഏത് കർമ്മത്തിലും അവർക്ക് നിസ്സംഗനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ്, വർത്തിക്കാൻ സാധിക്കും. നിത്യയുക്തമായിട്ട് അവര് അടുക്കളയിൽ പോയി പണിയെടുത്താലും വേണ്ടില്ല, ഇനി ടെക്നിക്കൽ മേഖലയിൽ ബാക്കിയുള്ള ഏത് തരത്തിലും ഓഫീസിലോ പുറത്തോ എവിടെയെങ്കിലും കൃഷിയിടങ്ങളിലോ എവിടെയൊക്കെ ഏതൊക്കെ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഈ നിത്യനൈമിത്യ കർമ്മങ്ങൾ ത്യാഗമനസ്സോടെ ആരാണോ പഞ്ചഗുണങ്ങളെ അനുസരിച്ചുകൊണ്ട് കുശലതയോടുകൂടി നിസ്സംഗഭാവത്തിൽ ചെയ്യുന്നത് അവർക്ക് എല്ലായിടത്തും നിസ്സംഗഭാവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് അനുഭവത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതുകൊണ്ട് യഥാർത്ഥത്തിൽ
സാത്വികമായ ത്യാഗം ഉണ്ടാകണം. അത് നിത്യനൈമിത്യ കർമ്മങ്ങളിൽ പ്രകടമാക്കണം. അതിൽ എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠയും ഭക്തിയും വിവേചനശക്തിയും ദൃഢനിശ്ചയവും ത്യാഗമനസ്സയും എടുത്തുകൊണ്ട് സെൽഫ് ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ, ഇപ്പൊ ഗീതാശാസ്ത്രം തന്നെ പഠിച്ചാലും എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ടായാലും മറ്റാരെങ്കിലും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് നിങ്ങൾ കേട്ടാലും നിങ്ങൾ അത് സ്വയം സ്വതന്ത്ര പ്രജ്ഞ ഉപയോഗിക്കണം. സ്വന്തമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇതിനെ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യുന്നതും. അത് കർമ്മകുശലതയോടുകൂടി അതിനെ ഉപയോഗിക്കാനും സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ ഈ ത്യാഗമനസ്ഥിതി മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുകയുള്ളൂ. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനും സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീശാ ഗോബ്രാഹ്മണേഭ്യ സുഖം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.